ട്രംപും നെതന്യാഹുവും തമ്മിൽ വലിയ വഴക്കാണ്. തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഫോണിൽ കൂടെയാണ് രണ്ടാമത്തെ തവണ ഏറ്റുമുട്ടുന്നത്. ആദ്യത്തെ തവണ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ അത് നിസ്സാര പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ലെബനനിലെ ഇഷ്യൂ സംസാരിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പ്രശ്നം സംസാരിക്കുന്നു. ഇതിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ വാഗ്വാദം എന്ന് തന്നെ പറയാം. തമ്മിൽ അത്ര രൂക്ഷമായിട്ടുള്ള അടിയാണ്. ഇത് ഈ സഖ്യം ഇല്ലാതാക്കുമോ? ഒരിക്കലും ഇല്ല. കാര്യം അവർ യഥാർത്ഥ അടിയാണെങ്കിൽ നമ്മളെ കാണിക്കത്തില്ലല്ലോ. മനസ്സിലായില്ലേ? പക്ഷേ ഇത് രൂക്ഷമാണ് സാർ. ഇത് എല്ലാം പുറത്തു ഇത് വന്നിട്ടുണ്ട്. ഇത് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ മുമ്പിൽ ഈ നമ്മൾ കാണുന്ന ഈ നെതന്യാഹു ട്രംപ് തമ്മിലുള്ള അടിയുടെ പിന്നിലുള്ള സംഗതി, നെതന്യാഹുവിന് സമയം വാങ്ങിക്കൊടുക്കുകയാണ്. അതേ സമയത്ത് ഇറാനുമായിട്ട് യുദ്ധത്തിലേക്ക് ഇനി പോകാൻ ട്രംപിന് താല്പര്യമില്ല. ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ സാമ്രാജ്യത്വം. അതായത് 750 രാജ്യങ്ങൾ മിലിറ്ററി ബേസും തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ എല്ലാ വ്യാപാരങ്ങളും ഡോളറിലാക്കി, ഡോളറിനെ പവർഫുള്ളാക്കി. അങ്ങനെ ലോകത്തിൻ്റെ ഒരു മുകളിൽ ഇങ്ങനെ ഭരിച്ചിരുന്ന ആ സാമ്രാജ്യത്വം നിലനിർത്തിയിരുന്ന അമേരിക്ക അതിൻ്റെ ഫാള് തുടങ്ങിക്കഴിഞ്ഞു. ആ തകർച്ച തുടങ്ങിയത് പക്ഷേ ട്രംപിനും അമേരിക്കൻ ഭരണാധികാരികൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറിച്ച് ഇപ്പം പുതിയൊരു ലോകക്രമം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചൈന, ഇന്ത്യ, റഷ്യ, ബ്രിക്സ് തുടങ്ങിയ രാജ്യങ്ങൾ വരുന്നു. ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും UAE എല്ലാം തന്നെ ഈ LCS ലോക്കൽ കറൻസി സെറ്റിൽമെൻറ്റിൽ, അതായത് അവരവരുടേതായ കറൻസികളിലാണ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആഗോള പശ്ചാത്തലമുണ്ട്. അവരുടെ എംപയർ തകർന്നടിയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് പോയതുപോലും അമേരിക്കയുടെ ഈ ഒരു തകർച്ച അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും ആധിപത്യം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. പക്ഷേ ഇറാനിൽ നിന്ന് ഗംഭീരമായ അടി കിട്ടി. ഇനി ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിനില്ല എന്നുള്ളത് ട്രംപ് കഴിഞ്ഞ ഏപ്രിൽ 8 വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വെളിവായ സംഗതിയാണ്. ഇപ്പോൾ വീണ്ടും അനന്തമായിട്ട് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കരട് എൻ്റെ മേശപ്പുറത്തായിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ടാൽ മതി എന്നാണ് പറയുന്ന സംഗതി. അതായത് ഇപ്പോഴും ആ ഒരു ആധിപത്യം തങ്ങൾക്കാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതേ സമയത്ത് തന്നെ നെതന്യാഹുവിന് സമയം കൊടുക്കുന്നു. കാരണം ഹിസ്ബുള്ളയെ ഒരു പരിധിവരെയെങ്കിലും നിർവീര്യമാക്കിയില്ലെങ്കിൽ തങ്ങൾക്കിനി രക്ഷയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഇസ്രയേലിനെ നയിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇസ്രയേൽ സേന ഏതാണ്ട് ഈ അവരുടെ ഈ ഹിസ്ബുള്ളയുടെയൊക്കെ കേന്ദ്രങ്ങളായിട്ടുള്ള ലിതാനി നദി കടന്ന് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സഹറല നദിയും അതിൻ്റെ അടുത്തേക്കും പോയിരിക്കുന്നു. അതേപോലെ ബെയ്റൂട്ടിലേക്ക് ഒരു ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ലെബനൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ, അതായത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഹിസ്ബുള്ളയും ഇപ്പോൾ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അത് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും അവർ വിടുന്ന മിസൈലുകൾ ചിലതും നോർത്തേൺ ഇസ്രയേലിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിന് അവിടുത്തെ ഈ അമേരിക്കയെ നയിക്കുന്ന ഈ ജൂതരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഡെമോക്രാറ്റ്സിനാണെങ്കിലും ഏത് പ്രസിഡൻ്റാണെങ്കിലും നിൽക്കാൻ പറ്റില്ല. കാര്യം അമേരിക്കയെ നിയന്ത്രിക്കുന്ന ഈ ഹാൻഡ്ഫുൾ ഓഫ് ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള കരാർ, ഇറാനുമായിട്ട് ഇനി യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകാനുള്ള ഒരു കാരണവശാലും ഗൾഫ് രാജ്യങ്ങളും സമ്മതിക്കത്തില്ല. ഇനി അങ്ങോട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അറിയാം ഇറാൻ പുറത്തെടുക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ട്രംപ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കിങ്ങനെ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഉണ്ട്, രാത്രിയിൽ വേണമെങ്കിൽ ഇറാനെ അടിക്കാൻ പറ്റും, ഭീകരമായ വീരവാദങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സകല സംവിധാനങ്ങളെ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു. ഇപ്പം തോളിൽ വെച്ചിട്ടാണ് അവർ ഈ മിസൈലിന് പിടിച്ചിടാൻ പോകുന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വായാടിത്തരങ്ങൾ ഇങ്ങനെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഈ ഇറാനുമായിട്ട് ഡീലുണ്ട്, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ആധിപത്യ സ്വഭാവം നിലനിർത്താനും അതോടൊപ്പം ഇസ്രയേലിന് കുറച്ചും കൂടെ സമയം വാങ്ങിക്കൊടുക്കാനുമുള്ള തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ലെബനനിൽ വളരെ മോശമായ രീതിയിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ജനവാസ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഒരു മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. 10 ലക്ഷത്തോളം ആൾക്കാർ ഇതിനകം തന്നെ അവിടെ നിന്ന് മിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പം ഇസ്രയേലി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ജനങ്ങളിങ്ങനെ അതിഭീകരമായ രീതിയിൽ ഈ വിട്ടൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അതുപോലെ തന്നെ പാരാമെഡിക്കൽസിനെ പോലും ഈ ഇസ്രയേൽ സേനയുടെ
ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഭ്യന്തരമായിട്ട് ട്രംപിന് ഇനി ഒരു കാരണവശാലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ല. വരുന്ന നവംബറിൽ നടക്കുന്ന മിഡ് ടേമിൽ ഈ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഗ്യാസ് സിലിണ്ടർ പ്രൈസൊക്കെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. അതുപോലെ ഈ ഉപഭോക്തൃ വസ്തുക്കളുടെ എല്ലാം ആഭ്യന്തരമായിട്ട് വില വല്ലാണ്ട് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആഭ്യന്തരമായിട്ടും ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. റിപ്പബ്ലിക്കൻസിൻ്റെയും ട്രംപ് അനുകൂലിച്ചവർ പോലും ഇപ്പോൾ ട്രംപിനെതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആഭ്യന്തരമായിട്ടുള്ള സംഗതിയും അതോടൊപ്പം തന്നെ തകരുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം, ജൂതവംശരുടെ സ്വാധീനത്തിൻ്റെ ആ പിടിയിൽ കിടക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് കടന്നിരിക്കുന്നത്. അപ്പോൾ അത് ഈ പുറം ലോകത്തിനെ ഈ പറഞ്ഞ പോലെ ഞാൻ ബിബിയെ ഫയർ ചെയ്തു, പിന്നെ നെതന്യാഹുവിനെ തെറി വിളിച്ചു, ഇത് ഹിസ്ബുല്ലെ, കാരണം ലോക പോലീസുകാരനും കൂടെയാണല്ലോ. ആ മനുഷ്യാവകാശങ്ങളുടെ എല്ലാം കുത്തക തങ്ങൾക്കാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലെബനനിൽ നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ എന്താ പറയുക, ഈ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ എട്ടുകാലി മുഞ്ഞിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, ആ ശരിക്കും ആ എട്ടുകാലി മുഞ്ഞിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ട്രംപ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇറാനുമായിട്ട് ഇനി യുദ്ധത്തിന് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് ചിലപ്പം ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോവില്ല. അതേ സമയത്ത് ഇറാൻ അവർ വളരെ വ്യക്തമായിട്ട് തുടക്കം മുതലുള്ള സംഗതി പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും, അത് ഇവർ ചെയ്തു. ഇനി യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഇതായിരിക്കത്തില്ല. അതോടൊപ്പം തന്നെ അത് IRGC അവിടെ ഏറ്റെടുക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു വാർത്ത നടന്നത് പെഷസ്കിയാൻ അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ചു എന്നുള്ള സംഗതി. പക്ഷേ അത് അവിടുത്തെ ഔദ്യോഗിക നേതൃത്വം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് നമ്മുടെ ഇസ്ലാമാബാദിലെ ചർച്ച ഉണ്ടായിരുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് അധികാരം ശരിക്കും പറഞ്ഞാൽ IRGCയിലേക്ക് വന്നു. ഇപ്പോൾ IRGC ആണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇതും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.